22 BTech പേപ്പറാണ് അല്ലേ. അവളുടെ എൻ്റെ അടുത്ത് കുട്ടി വരുമ്പോഴേ അവൾക്ക് കല്യാണം പോലും കഴിക്കണമെന്നൊരു നിർബന്ധമില്ലാത്ത ആളാണ്. കാര്യം അതിൻ്റെ ഒരു സെൻസ് പോലും ഹൈജാക്ക് ചെയ്യപ്പെട്ട് വിവാഹം വേണ്ട, ജീവിതം തന്നെ എന്തിനാണെന്നുള്ള ഒരു ഭ്രാന്തമായ ഒരവസ്ഥയാണ്. ഇത് ഈ ലോക അരൂപി അല്ലെങ്കിൽ ദുഷ്ടാരൂപി വന്നു കഴിഞ്ഞാലേ, അതാണ് നിങ്ങൾ ഈ വായിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സൈറ്റ് സന്ദർശിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഈ ദുഷ്ടാരൂപി ഇങ്ങോട്ട് കയറി വരും. അതായത് ദുഷ്ടാരൂപി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ നമ്മളെ പ്രാപ്തമാക്കാത്ത എല്ലാ അരൂപിയും ദുഷ്ടാരൂപിയോ ലോകാരൂപിയാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ദുഷ്ടാരൂപി ലോകാരൂപി എന്നല്ല പറയേണ്ടത്. യേശുവിന് എതിരായിട്ടുള്ള അന്തിക്രിസ്തുവാണ്, ആൻറ്റിക്രൈസ്റ്റാണ്. ആൻറ്റിക്രൈസ്റ്റ് ബൈബിളിലെ അന്ത്യകാലങ്ങൾ വരുന്നതാണ്. പക്ഷേ ആടെ അന്ത്യകാലമാണ് നമ്മുടെ അന്ത്യകാലം. പറഞ്ഞ മനസ്സിലായില്ലേ? ആൻറ്റിക്രൈസ്റ്റ് ബൈബിളിലെ അന്ത്യകാലങ്ങൾ വരുന്ന ആളാണ്. പക്ഷേ ആടെ അന്ത്യകാലമാണ്, നമ്മുടെ അന്ത്യകാലമാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ക്രൈസ്റ്റിനെതിരായ അരൂപി എപ്പോൾ വന്നാലും, അതിൻ്റെ 16-ാം വയസ്സ് വന്നാലും അന്തിക്രിസ്തുവായി, നിന്റെ അന്ത്യമായി. ശ്രദ്ധിക്കട്ടെ. അപ്പോഴേ അതിനുശേഷം ഇവള് വിശ്വസിക്കാൻ തുടങ്ങി. എന്താണ് വിശ്വസിക്കാൻ തുടങ്ങിയത്? അന്തിക്രിസ്തുവിനെ, നിന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ഡിപ്രഷൻസ്, അതുപോലെ തന്നെ ശരിയാവത്തില്ല, തോറ്റുപോകും, എനിക്കത് കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള പിൻപിടുത്തങ്ങൾ, അതിനെ പ്രതിരോധിക്കണം എന്താണ്? വിശ്വാസമാണ്. അപ്പോഴേ വിശ്വാസം നൽകാൻ വേണ്ടി എപ്പോഴും നമുക്ക് എന്നാ സംഭവിച്ചിരിക്കണമെന്ന് അറിയാമോ? വിശ്വാസത്തിൻ്റെ മെയിൻ്റെനൻസ് ഇല്ല. അതാണ് കുഴപ്പം വന്നിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു കെട്ടിടം പണിത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആദ്യം പ്രൈമർ അടിക്കും അല്ലേ? ഒരു തൂണാണെന്ന് വിചാരിച്ചോ, അതിന് പ്രൈമർ അടിക്കും, പിന്നെ പെയിൻ്റ് അടിക്കും. 2-3 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും അത് ഫെയ്ഡാവും. വീണ്ടും നമ്മൾ തന്നെ റിപ്പയറിങ് വല്ലതും ഉണ്ട്, റിപ്പയറിങ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പെയിൻ്റ് അടിക്കും, ഫ്രഷ് ആക്കും. പക്ഷേ ഫെയ്ത്തിൽ ഈ ഒരു പ്രോസസ്സിങ് നടക്കണില്ല. യു ഗോട്ട് ദ പോയിൻറ്റ്? പിടിയോ? നമ്മുടെ വിശ്വാസത്തിൽ ഈ ഒരു പ്രോസസ്സിങ് നടക്കണില്ല. നമ്മൾ വിശ്വാസം കൊണ്ട് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ കാണുന്നുവെന്നല്ലാതെ ആ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യുകയോ അത് പരിപോഷിപ്പിക്കുകയോ ചെയ്യുന്നില്ല. വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് വചനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, വർദ്ധിപ്പിക്കണമെങ്കിൽ. പിന്നെന്താണ്? അമ്മയുടെ മാധ്യസ്ഥം കിട്ടണം. മാധ്യസ്ഥം കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷനിൽ ചാടിയാൽ മദർ ഹെൽപ്പ് ചെയ്യും നമ്മളെ. ഇപ്പോൾ എന്നാ പറ്റുക വെച്ചാൽ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നീ 22 പേപ്പറും മദർ നിന്നെക്കൊണ്ട് എഴുതിച്ചെടുക്കും. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഞാനിവൾക്ക് കൗൺസിലിംഗ് പ്രാർത്ഥന എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേ എന്താ ചെയ്ത്? അവൾ പ്രാർത്ഥനയുടെ ഫോർമാറ്റിലേക്ക് വന്നു. നിങ്ങളങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അതായത് നിങ്ങളും അതുപോലെ ചെയ്യേണ്ടത്. ജീവിതം ഇപ്പം നമുക്കുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് സന്ധ്യക്കൊരു പ്രാർത്ഥന, ഞായറാഴ്ച കുർബാനയൊക്കെ മിനിമം പരിപാടിയായിട്ട് പോവുകയല്ലേ. ചിലപ്പോൾ മിനിമം പരിപാടി കൊണ്ട് ചില സമയത്ത് ഇപ്പോൾ ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ പഴയ സാധാരണ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊന്നും ഏക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രാ ആയിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കുന്നത് രോഗിക്ക് അല്ലേ. കുറേയൊക്കെ ടോണിക് കൊടുക്കും, അല്ലെങ്കിൽ വേറെ ഹോർലിക്സോ അതിലൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതെന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഈ രോഗത്തിൻ്റെ പ്രതിരോധിക്കുകയും ചെയ്യണം, ശരീരം മെച്ചപ്പെടുകയും ചെയ്യണം. അതുകൊണ്ട് ആണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അതുപോലെ തന്നെയാണ് ആത്മീയതയിലും അങ്ങനെ സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു വിശ്വാസത്തിനൊരു ക്ഷയം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ലോകത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഉടമ്പടിയാണ്. അതാണ് വിഷയം. ലോകത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബൂസ്റ്റിംഗ് എന്താണ്? ഉടമ്പടിയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ അതൊരു ചെയ്യണ പ്രാർത്ഥനയല്ലേ. അത് ചെയ്യണ പ്രാർത്ഥനയായത് കാരണം ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ ഇതിന് കപ്പാസിറ്റി കൂടുതലാണ്. ചൊല്ലുന്ന പ്രാർത്ഥനയെക്കാളും ഉടമ്പടിക്ക് ചെയ്യുന്ന പ്രാർത്ഥനയായത് കാരണം. ഇപ്പോൾ വെറുതെ ചെയ്യണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഒരു ധ്യാന കേന്ദ്രത്തെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ഭാഗമായിട്ട് തന്നിട്ടുള്ള ഒരു ദൈവികമായ ഒരു പ്രോജക്റ്റിനേക്കാൾ ഉപരി അതിൽ തന്നെ ഒരു ദൈവസ്ഥാപനമുണ്ട്. മനുഷ്യസ്ഥാപനമല്ല ഉടമ്പടിക്കുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ദൈവം അതിനെ ഓൺ ചെയ്യണ കാര്യം. ദൈവം അത് ഓൺ ചെയ്യണില്ലേ? ഉടമ്പടിയെ ഓൺ ചെയ്യണത് എന്താണ്? ദൈവം ഏറ്റെടുക്കണത് എന്താണ്? എൻ്റെ അതായത് ഓരോ ആൾക്കാരും ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ ദൈവം ഏറ്റെടുക്കാൻ കാര്യം ഇതിനകത്തൊരു ദൈവസ്ഥാപനമുണ്ട്. നോഹിൻ്റെ കാലം മുതൽ ദൈവം ഉടമ്പടി സ്ഥാപിക്കണതാണ്. അതിന് എബ്രഹാമായിട്ട് ചെയ്തു ഉടമ്പടി, ഇതാണ് ചെയ്തത്. അത് കഴിഞ്ഞ് മോസസുമായിട്ട് ചെയ്തു, ഉടമ്പടിയാണ് ചെയ്തത്.
മോശമായിട്ട് ചെയ്ത ഉടമ്പടി മെയിൻറ്റെയിൻ ചെയ്തു. പ്രവാചകന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ ദൈവം അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. തെറ്റിയവരെ തിരുത്തി, ഉടമ്പടിയെ എതിർത്തവരെ ദൈവം ആ രാജ്യത്തും തന്നെ മാറ്റി. പിന്നെ കൊണ്ടുവന്നില്ല, പിന്നെ തിരിച്ചു കൊണ്ടുവന്നില്ല. ഉടമ്പടിയുടെ അനുഗ്രഹങ്ങളെ എടുത്തു മാറ്റി. അതുകൊണ്ടാണ് പറയണത്, അതായത് ഉടമ്പടി, ദൈവം ആ ഉടമ്പടിയെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഉടമ്പടി നമ്മൾ എടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ല. എന്താ പറയണത്? ഉടമ്പടിയെ ദൈവം ഓൺ ചെയ്യണം. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അതിന് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒരു 50-50 മാർക്കാണ്. ഉടമ്പടി എടുക്കുന്നത് 50 പോയിൻ്റ്. പിന്നെന്താണ്? ഉടമ്പടിയെ, നിങ്ങളെടുക്കുന്ന ഉടമ്പടിയെ ദൈവം എന്ത് ചെയ്യണം? ഓൺ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുക്കണം. മനസ്സിലായില്ലേ? ഉടമ്പടി ദൈവം ഏറ്റെടുക്കണ്ടേ? ചെയ്തിട്ട് പോയിട്ട് കാര്യമുണ്ടോ? അപ്പം അതൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഞാൻ ചെയ്യുന്ന ഉടമ്പടി, ഞാൻ ചെയ്ത ഉടമ്പടി, പുതുക്കിയ ഉടമ്പടി അങ്ങ് ഏറ്റെടുക്കുന്നതിനായി അമ്മേ പ്രത്യക്ഷീകരണ മാതാവേ, കൃപാസനം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ 50-50 പോയിൻ്റാണ്. ഉടമ്പടി എടുക്കുന്നതിന് 50 പോയിൻ്റ് കിട്ടും നിങ്ങൾക്ക്. പക്ഷേ ഉടമ്പടി സ്ഥിരീകരിക്കുന്നത് നമ്മുടെ കയ്യിലില്ല. അടുത്ത പോയിൻ്റ്, അത് കർത്താവാണ് ഉടമ്പടി ഓൺ ചെയ്യേണ്ടത്. അവിടെയാണ് ഇത്തിരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർത്താവ് ഉടമ്പടി ഓൺ ചെയ്യുമ്പോഴാണ് അതിന് സ്ഥിരീകരണം ലഭിക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ, നിങ്ങളുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കണ്ടേ? നിങ്ങളുടെ കൂടെ കർത്താവ് പ്രവർത്തിച്ചാലേ ഉടമ്പടി സ്ഥിരീകരിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ, മർക്കോസ് 16:20 ഒന്ന് വായിച്ചോളൂ. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഉടമ്പടി സ്ഥിരീകരിക്കണം. അതിനെന്ത് ചെയ്യണം? കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം. അതാണ് വിഷയം. അത് സീരിയസ് വിഷയമാണ്. കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, ഉടമ്പടി എടുത്ത എൻ്റെ കൂടെ അങ്ങ് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം എന്നെ യോഗ്യമാക്കണമേ. ഈ യോഗ്യത എന്ന് പറഞ്ഞ സംഭവം അല്ലേ, അതിന് രണ്ട് കണക്ഷൻസ് ഉണ്ട്. ഒന്ന് ഫെയ്ത്ത് ഉണ്ട്, രണ്ടാമത്തെ എന്തുണ്ട്? ഫിഡലിറ്റി ഉണ്ട്. ഈ രണ്ട് യോഗ്യതയാണ് ഇത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത്. ക്ലെയിം ആൻഡ് കപ്പാസിറ്റി ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. യോഗ്യത എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള യോഗ്യത, അതിലൊന്നെന്താണ്? ഫെയ്ത്താണ്. ജിസ്മി എന്ന് പറഞ്ഞൊരു മോള് പലാരൂപത രാമപുരത്ത് കരുതിയ ഇടവക, രാമപുരം ഇടവക, മൽപ്പാൻ്റെ ഇടവകയാണ്. അപ്പോൾ ജിസ്മിയുടെ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ജിസ്മിയുടെ സാക്ഷി എന്ന് പറയുന്നത്, അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു, അമ്മേ OITയുടെ റിസൾട്ട് വരാൻ പോകുന്നു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ എടുത്ത ഉടനെ റിസൾട്ട് വന്ന ഉടനെ ഇവിടെ വന്ന് സാക്ഷ്യം പെടുന്നത്. അപ്പോൾ ജിസ്മിയുടെ അതാണ് അമ്മയുമായിട്ടുള്ള അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഈ OITയുടെ റിസൾട്ട് വരാൻ പോകുന്നു, റിസൾട്ട് വന്ന ഉടനെ ഞാൻ വന്ന് അമ്മയെടുത്ത് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അത് അത്രയും വിശ്വസിക്കുകയാണ് അതിൻ്റെ അകത്ത്. അതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രൊഫഷണൽസിനെ എല്ലാം കാണും. പ്രൊഫഷണൽസ് BEd BTech അതുപോലെയുള്ള എല്ലാവരെയും, MBBS അങ്ങനെയുള്ള എല്ലാവരെയും കാണും. പ്രൊഫഷണൽസിനെ കാണും, അന്ന് തന്നെ കാണും. പ്രത്യേകിച്ച് പരീക്ഷ ഇരിക്കുന്നവരെ, പരീക്ഷയാണെന്ന് പറഞ്ഞ് കിട്ടാൽ മതി. അതിൻ്റെ പേപ്പർ ഒന്ന് കാണിച്ച് ഓഫീസിൽ കാണിച്ചാൽ, ഉടമ്പടി എടുത്തിട്ട് ആ ഒരു പേപ്പർ ഒന്ന് കാണിച്ചാൽ മതി. കാര്യം അവർക്കൊരു ബ്ലെസ്സിങ് ഉടനെ കൊടുക്കും. എന്താ കാര്യം എന്നറിയാമോ? എനിക്ക് അവർക്ക് അതിനെക്കുറിച്ച് അത്രയും തിട്ടമില്ലെങ്കിൽ എനിക്കറിയാം. ഒരു ബ്ലെസ്സിങ് അതിങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ ഒരൊറ്റ വിഷയം കൊണ്ട് അവർ കയറിപ്പോവും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ട്, അവർ പ്രൊഫഷണൽസ് അല്ലേ, അവർ രക്ഷപ്പെടുകയാണെങ്കിൽ അവരുടെ കുടുംബം രക്ഷപ്പെടും, അവരെ കല്യാണം കഴിച്ച് വിടുന്ന കുടുംബം രക്ഷപ്പെടും. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുത്തണം കേട്ടോ, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ബോധം ഉണ്ടാകണം. കാര്യം നിങ്ങളെ ഇവിടം വരെ എത്തിച്ചതിൽ ചിലപ്പോൾ നിങ്ങളുടെ ആങ്ങളുടെ പഠിത്തം മുട്ടിക്കാണും ചിലപ്പോഴേ. അവൻ ചിലപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാരണം പറയാം, ഞാൻ പഠിച്ചിട്ടല്ലേ, അവൻ പഠിക്കാതിരുന്നിട്ടല്ലേ എന്ന് പറഞ്ഞു. ഇതൊന്നും കർത്താവിൻ്റെ അടുത്ത് വില പോകത്തില്ലേ? നമുക്കിങ്ങനെ വീട്ടിൽ പറഞ്ഞ് തർക്കിക്കാവുന്നതല്ലാതെ അതെന്ത് ശരിയാ? എന്നിട്ട് അവൻ പഠിക്കാഞ്ഞിട്ടല്ലേ ഞാൻ പഠിച്ചിട്ടല്ലേ എന്ന് നിങ്ങൾക്ക് പറയാം. അത് അമ്മയോട് അടുക്കളയിൽ പറയാവുന്നതല്ലാതെ കർത്താവിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അവൻ കൂടി പഠിക്കേണ്ട കാശ് എടുത്തിരിക്കും ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ കെട്ടിച്ചു വിട്ടാൽ പോലും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ചേട്ടനോടും അനിയത്തിയോടും ഒക്കെ ബാധ്യതയുണ്ട്, അച്ചേടത്തിയോടൊക്കെ ബാധ്യതയുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ കല്യാണം കഴിച്ച് ചിലയുടെ വീട്ടിലാണ്, അവിടെയൊക്കെ കടങ്ങളുണ്ടാകും. അതും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ 50 കൊണ്ട് വന്ന ആളാണ്. ഇതൊക്കെ അടുക്കളയിൽ പറയാം, ദൈവത്തിനോട് പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ പ്രശ്നം എന്താ പറയുക, പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് ജയിക്കുന്നു. ആരാണ് ജയിക്കുന്നത്? ദൈവത്തോട് ജയിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മളുടെ ലൈഫ് തന്നെ ദൈവം തന്നൊരു ദാനമാണ്. പിന്നെ നീ എന്താണ് നിൻ്റെതായിട്ട് പറയാൻ പോണത്? നിനക്ക് ബുദ്ധിയുണ്ടോ? ശരി, അത് കർത്താവ് തന്നതല്ലേ. ബുദ്ധിയുണ്ടോ? അത് കർത്താവ് തന്നതല്ലേ. സാഹചര്യമുണ്ടോ? അത് കർത്താവ് തന്നതല്ലേ. തരാത്തതായിട്ട് എന്താ ഉള്ളത്? അപ്പം അതുകൊണ്ട് നിങ്ങളിങ്ങനെയുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും മനുഷ്യനെ തോപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിരുസന്നിധിയിൽ കെട്ടിയിടുന്നുള്ളിക്ക് വിളമ്പുകയും ചെയ്യരുത്. നിങ്ങളവർക്ക് അച്ഛൻ പ്രൊഫഷണൽസിനെ കാണത്തുള്ളൂ നല്ല കേട്ടോ. രോഗികളെല്ലാവരും കാണും, സീരിയസ് രോഗികളെല്ലാവരെയും കാണും, കടം കയറി വിഷമിക്ക് നട്ടം തിരിയുന്നവരെ കാണും, ജപ്തി നടപടി നേരിടുന്നവരെക്കാരും. ദാറ്റ് മീൻസ് എമർജൻസി ആയിട്ടുള്ള എല്ലാവരെയും കാണും. മുമ്പിൽ ടൈം ഉണ്ടാകരുത്. മുമ്പിൽ ടൈം ഇല്ലാത്ത എല്ലാവരെയും ഉടമ്പടി എടുക്കുമ്പോൾ കാണും, ഉടമ്പടി പുതുക്കുമ്പോൾ കാണും. പക്ഷേ നിങ്ങളുടെ പേപ്പർ ഓക്കെ ആയിരിക്കണം. കർത്താവിൻ്റെ തിരുസന്നിധി നിങ്ങൾ ചെയ്ത ഉടമ്പടി പ്രകാരമാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരണം. അല്ല കാര്യം കാണാൻ വേണ്ടി വയറ്റിപ്പഴപ്പ് ക്രിസ്ത്യാനി വന്ന മിക്കവാറും ഓഫീസ് ചീട്ട് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഉടമ്പടി എടുത്തവർ അതനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് ദൈവത്തോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും ചെയ്യണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തോട് ചെയ്ത വാഗ്ദാനം വിശ്വാസത്തോടെ നിറവേറ്റാൻ എനിക്ക് സുവിശേഷത്തിന്റെ പ്രേക്ഷിത ചൈതന്യം നൽകണമേ. നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈമറി ഇൻസ്റ്റാൾമെന്റ് എന്ന് വേണേൽ പറയാം. ഉടമ്പടിയുടെ പ്രൈമറി ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട്, സെക്കൻഡറി ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട്. പ്രൈമറി ഇൻസ്റ്റാൾമെൻറ്റ് ഫെയ്ത്താണ്. ഈ ജിസ്മിക്ക് ഭയങ്കര ഫെയ്ത്താണ്. എനിക്ക് തോന്നുന്നത് അവൾ ഉടമ്പടി എടുക്കുന്നുമ്പാണ് അതായത് ഈ OITക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തതെന്ന് തോന്നുന്നത്. എടുത്തതിന് ശേഷം അവൾ അമ്മയോട് പറഞ്ഞ കാര്യം ഇതാണ്, റിസൾട്ട് വരിക, ഞാൻ ജയിക്കും, പിറ്റേ ദിവസം ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറയും. അവൾ അങ്ങനെ ജയിച്ചു. അവൾ ചോദിച്ചു, മാതാവിനോട് ചോദിച്ചത് എനിക്ക് UK പോകാൻ ഇഷ്ടമില്ല എന്നാണ് പറഞ്ഞത്. എന്തോ അവളുടെ പ്രൈവറ്റ് റീസൺസാണ്. അതുകൊണ്ട് എനിക്ക് അയർലൻഡ് സ്കോർ വേണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ദൈവത്തോട് ചോദിക്കാം. നിങ്ങൾ അറക്കരുത്. വിശ്വാസമുള്ള അറക്കേണ്ട കാര്യം എന്താ? കർത്താവ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ തരുമോ? ഇല്ലേ? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ നൽകുമോ? അപ്പം ചോദിച്ചാൽ പകരം കല്ല് നൽകുമോ? നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? 11:11 വായിച്ചോളൂ. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ നൽകുന്നത്. അപ്പോൾ ഈശോ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താണ് ചോദിക്കണത് അത് നിനക്ക് ന്യായമായിട്ടോ ആവശ്യമാണെങ്കിൽ ദൈവം അത് നിനക്ക് ചെയ്തു തരും. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് പക്ഷേ അത് കട്ടൻറ്റ് ഫെയ്ത്ത് നമുക്കുണ്ടാകണം. ജിസ്മി ആ ടൈപ്പ് ഫെയ്ത്താണ്. എന്താ ഫെയ്ത്ത്? ആ ടൈപ്പ് ഫെയ്ത്ത് വെച്ചാൽ ഈ ഒരു വിഷയം മാത്രമല്ല അവൾ പറഞ്ഞത് ഇതിനിടയ്ക്ക് അവളുടെ അമ്മയ്ക്ക് പോയി ഭയങ്കരമായ ഈ മുട്ടുവേദന, അരക്കെട്ട് മുട്ടൊക്കെയുടെ വേദനയാണ്, അനങ്ങാൻ പാടില്ല. ഒരു ചെറിയ കടയുണ്ട്, അത് അവിടെ വീടിൻ്റെ കുറേ അകലെയാണ്, അതിന് ബസ്സിന് പോകണം. ബസ്സിൽ കയറാൻ അമ്മയ്ക്ക് പാടില്ല. അത് പിന്നെ കടയിൽ പോകണമെന്ന് കേൾക്കുമ്പോൾ തന്നെ കുരിശുമരണമാണ്. എന്താ കാരണം? പോകണമല്ലോ, ബസ്സിൽ കയറണമല്ലോ, ഇറങ്ങണമല്ലോ, പിന്നെ കുറേ നേരം കിടന്നാൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. വല്ലാത്ത വേദനയാണ്, കൊളുത്തിപ്പിടുത്തവും വാദമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ജിസ്മി എന്താ പറയണത് വെച്ചാൽ അമ്മയോട് പറഞ്ഞു, അമ്മേ ആ ഉടമ്പടി തൈലം പുരട്ടിയാൽ മതി. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ഉടനെ അമ്മ ഞാൻ പുരട്ടിയിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് വേറെ അറിയാം എന്ന് ചോദിക്കും. ഇല്ല, നമ്മൾ പുരട്ടിയതല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, അത് തർക്കിക്കണ എന്താണ്? അങ്ങനെയല്ല, പുരട്ടിയ അപ്പം തന്നെ മാറുമെന്ന് അച്ഛൻ പറഞ്ഞതെന്ന് പറയും. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം അവരുടെ ഫെയ്ത്ത് റേഞ്ചാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. എന്നിട്ട് അവരിങ്ങോട്ട് സാക്ഷ്യം പറയാൻ പോകുന്നു. അമ്മ ഉടനെ ഇത് പുരട്ടിയിട്ട് കടയിൽ പോയി. അപ്പോൾ ഇന്നലെ സാക്ഷ്യം പറയുന്ന 5 മിനിറ്റ് അമ്മ വിളിച്ച്, മകളെ ഇതെന്തൊരു അത്ഭുതമാണ്, നീ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഓക്കെ ആയി, വേദനയെല്ലാം മാറി, ഇതുപോലെ ഒരിക്കലും ഇങ്ങനെ വന്നിട്ടില്ല. നമ്മുടെ ഫെയ്ത്താണ് ആദ്യം. പക്ഷേ ഉടമ്പടി ഫെയ്ത്ത് കൊണ്ട് നിൽക്കത്തില്ല കേട്ടോ. ഉടമ്പടിയുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഒരു 25,000 രൂപയാണെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 75,000 രൂപയാണ്, അല്ലെങ്കിൽ 50,000 രൂപയാണ്. എന്താണത്? ഫിഡലിറ്റിയാണ്. ഫിഡലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വിശ്വസ്തതയാണ്. കാര്യം ഉടമ്പടി ചെയ്യണ പ്രാർത്ഥനയാണല്ലോ, ചെല്ലണ പ്രാർത്ഥനയല്ല. ഇപ്പം എബ്രാഹത്തിനോട് എന്താ പറയണത്? എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞത് എന്താണ്? നീ വിഷമിക്കണ്ട, മക്കളില്ലാണ്ട കാര്യത്തിൽ വിഷമിക്കണ്ട, ആരും കൂടെ പോകുന്നില്ല എന്ന് വെച്ചാൽ വിഷമിക്കണ്ട,
ലോക്ക് പോലെ ലോത്തിനെ പോലെ ഒരു ചക്കപ്പോത്താണ് കൂടെ വന്നിരിക്കണമെന്ന് ഓർത്ത് വിഷമിക്കണ്ട. അവൻ്റെ ദാസന്മാർ നിന്നെ നാളെ കയ്യേറ്റം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ മക്കളില്ലാത്ത നിൻ്റെ വസ്തുവെല്ലാം അവൻ കയ്യേറ്റം ചെയ്ത് സ്വന്തമാക്കുമെന്ന് ഓർത്ത് വിഷമിക്കണ്ട. നിനക്ക് ഞാനൊരു സേഫ് സെക്യൂറായിട്ടൊരു പ്ലേസ് തരും എന്നല്ലേ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നവും ഈ ആദ്യം അനുഭവിച്ച ആളാരാണ്? എബ്രാഹമാണ്. എബ്രാഹത്തിനോട് എന്താ പറയണത്? നീ വിഷമിക്കണ്ട, വീട്ടിൽ നിന്ന് പോകുന്നത് വിചാരിച്ചുകൊണ്ട് വിഷമിക്കേണ്ട, സ്വന്തപ്പെട്ടൊരു ഈ ഇഷ്ടപ്പെട്ടവരെയൊക്കെ മാറ്റിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട, മക്കളില്ലാഞ്ഞതുകൊണ്ട് വിഷമിക്കേണ്ട, നിൻ്റെ വസ്തുവൊക്കെ അവസാനം ലോകത്ത് കൈയേറി എടുക്കുമെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കേണ്ട. ഒന്നിനും നീ വിഷമിക്കേണ്ടെന്ന് പറയാനാണ് ദൈവം ഉടമ്പടി ഉണ്ടാക്കിയത്. യു ഗോട്ട് ദ പോയിന്റ്. പിടിയോ? എബ്രഹാമായിട്ടല്ലേ ഉടമ്പടി ചെയ്തത്? കറക്റ്റ് ഉടമ്പടി, വാക്കാൽ ഉടമ്പടിയാണത്. ഒന്നിനും നീ വിഷമിക്കേണ്ട എന്ന് പറയാനാണ് ദൈവം ഉടമ്പടി കണ്ടുപിടിച്ചത്, ദൈവം ഉണ്ടാക്കിയത്. എന്താ പറഞ്ഞത്? നിന്നോട് ഞാൻ ഒരു കാര്യം മാത്രം പറയാം, ഞാൻ നിനക്ക് മക്കളെ തരും, ഞാൻ നിനക്ക് പാർക്കാൻ ഇടം തരും, ഞാൻ നിനക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നിനക്ക് തരും. പക്ഷെ ഒറ്റ കാര്യം, നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം. അത്രയേ ഉള്ളൂ ഉടമ്പടിയുടെ പ്രശ്നം. നീ കുറ്റമറ്റവനായിരിക്കണം, എൻ്റെ മുമ്പാകെ നടക്കണം, കുറ്റമറ്റവനായി. ഉടമ്പടി എത്രയേ പറയുന്നുള്ളൂ. ഉടമ്പടിയിൽ ഇപ്പം മരിയൻ ഉടമ്പടി വന്ന് നമ്മൾ നിൽക്കുമ്പോഴും മരിയൻ ഉടമ്പടിയുടെയും ബേസ്മെൻ്റ് എന്താണ്? കർത്താവിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണം. ചില സമയത്ത് ഈ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ മാറിപ്പോണതാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാരണം. എൻ്റെ പേര് ടെൽമ ജോൺസൺ. ഞാൻ 2017 സെപ്റ്റംബർ 17 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇത് എൻ്റെ മോള് ടാനിയ നെറ്റോ, BSc നഴ്സിംഗ് ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഇത് എൻ്റെ മോൻ ജിൻസൺ നെറ്റോ, മോൻ BCom സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. എനിക്കിതിനു മുമ്പ് 2 പ്രാവശ്യം പരിശുദ്ധമായ അൾത്താരയിൽ മാതാവിനെ സാക്ഷ്യം പറയാനായിട്ടുള്ള അവസരം ലഭിച്ചു. ഒന്ന് ഫ്രണ്ട് സ്റ്റേജിലും സാക്ഷ്യം പറഞ്ഞു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഒരു ചെറിയ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ബാക്കി സാക്ഷ്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് കടക്കാം. അന്ന് എൻ്റെ സാമ്പത്തികമായി ഏറെ തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിലാണ് എൻ്റെ അടുത്ത ഒരു ചാപ്പലിൽ എനിക്ക് ഒരു കൃപാസനം പത്രം കിട്ടുന്നത്. അന്ന് ഈ സ്ഥലത്തിനെ കുറിച്ചൊന്നും എനിക്കൊരറിവില്ല. അപ്പോൾ എനിക്കിവിടെ വരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടിക്കൂലി പോലും ഇല്ല. എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. പക്ഷേ പുള്ളിക്കാരന് സാലറി കിട്ടാതെ ബുദ്ധിമുട്ടുന്ന 8 മാസം 9 മാസമൊക്കെ കൂടുന്ന സമയത്തായിരുന്നു സാലറി കിട്ടുന്നത്. ആ അവസ്ഥയിൽ ഒരു വീട് വെച്ച് ലോണുണ്ട്, കടബാധ്യതകളുണ്ട്. ആ ഒരു അവസ്ഥയിലാണ്. എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. കുഞ്ഞുങ്ങളെ 2 പേരെയും സെൻട്രൽ സിലബസിൽ നിന്നൊക്കെ മാറ്റി സാധാ സ്കൂളിലോട്ടാക്കി. ആ അവസ്ഥയിലാണ് എനിക്കൊരു പത്രം കിട്ടുന്നതും. ഞാനിവിടെ ചോദിച്ച് പറഞ്ഞ്, അന്ന് ഇതുപോലുള്ള തിരക്കൊന്നുമില്ല. ഇവിടെ വന്ന് അന്ന് 1 വർഷമാണ് ഉടമ്പടിയുടെ കാലാവധി. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് ആ ദിവസം തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് മാറ്റം വരാൻ തുടങ്ങി. ഞാനിവിടെ വന്ന് ഫസ്റ്റ് സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ ബ്രദർ സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രദർ പറഞ്ഞത്, ഇവിടെ വന്ന് എല്ലാവരും ഉടമ്പടി എടുക്കുന്നത് ജോലി കിട്ടാനാണ്, പക്ഷേ ചേച്ചി വന്നെടുത്തത് ഹസ്ബൻഡിൻ്റെ ജോലി പോകാനാണ്. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, ഞാൻ അങ്ങനെയാണ്. അങ്ങനെ പുള്ളി പെട്ടെന്ന് തന്നെ ആ ജോലി റിസൈൻ ചെയ്യാനും അതിനുശേഷം നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് കയറി. അതിന് ഈ 8 വർഷക്കാലം സാമ്പത്തികമായി ഞങ്ങൾക്കേറെ പുരോഗമനം ഉണ്ടാകുകയും എല്ലാ രീതിയിലും ആത്മീയമായി, സാമ്പത്തികമായിട്ടുള്ള പുരോഗമനം കൂടുതലായിട്ട് ആത്മീയമായി ഏറെ വളരാൻ എനിക്ക് സാധിച്ചു. ഇനി എൻ്റെ ഇപ്പോഴത്തെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് 2 വർഷത്തിന് മുമ്പായിട്ട് ഒരു കൈപ്പശം ഒരു വേദന വന്നു, ഷോൾഡർ പെയിനായിട്ട്. അപ്പോൾ ഈ വേദന അത് പറഞ്ഞാൽ പോലും ആരും മനസ്സിലാക്കത്തില്ല. കാരണം ഇന്ന് എല്ലാവർക്കും ഈ വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഏറെ ബുദ്ധിമുട്ടി. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്കൊന്ന് തിരിഞ്ഞെൻ്റെ മുടി കെട്ടാനോ സാരി ഉടുക്കാനോ ചുരിദാർ ഇടാനോ ഒന്നും എനിക്ക് കൈ പൊക്കാനോ തിരിയാനോ പോലും എനിക്ക് സാധിക്കുന്നില്ല. ഈ അവസ്ഥയിൽ ഞാൻ അടുത്ത ഒരു ഓർത്തോ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ എൻ്റെ കൈ പിടിച്ച് നോക്കിയിട്ട് ആദ്യം തന്നെ പറയുന്നത്, ചേച്ചിയുടെ മസിൽസ് എല്ലാം കീറിപ്പോയി, ഇത് ഓപ്പറേഷനിൽ കൂടെ മാത്രമേ ക്യൂർ ആകുകയുള്ളൂ. എനിക്ക് ഓപ്പറേഷൻ ഭയങ്കര പേടിയാണ്. ഞാൻ അപ്പോഴത്തന്നെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഉടമ്പടിയിൽ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു മകളാണല്ലോ, ഒരിക്കലും എൻ്റെ ശരീരത്തിൽ കത്തി വയ്ക്കാനിടയാകരുതേ എന്ന്. ആ ഒരു അവസ്ഥയിൽ ഞാൻ കുറച്ച് നാളും കൂടെ മുന്നോട്ട് പോയി. 1 മാസത്തോളം എനിക്കൊരു ശകലം പോലും വയ്യ. ഒരു ദിവസം ഞാൻ മുടി കെട്ടാനായിട്ട് കൈ പൊക്കിയപ്പോൾ തല കറങ്ങുന്നത് പോലെ തോന്നി. അപ്പോൾ ഇതധികം മുന്നോട്ട് പോയാൽ പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് വീണ്ടും പോയി ഡോക്ടർ പറഞ്ഞതിന് പ്രകാരം ഒരു MRI എടുത്തു. MRIയിൽ എൻ്റെ മസിൽസ് എല്ലാം കീറി എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് കിട്ടിയത്. ഞാനങ്ങനെ ഓർത്തോ ഡോക്ടറുടെ ഒരു ഓർത്തോ മാത്രമുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി.
ഒറ്റയ്ക്കാണ് ഞാൻ പോയത്. ഹസ്ബൻഡ് വിദേശത്ത്, 2 കുഞ്ഞുങ്ങൾ പഠിക്കുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ ആരെയും വിളിച്ചില്ല, ഒറ്റയ്ക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ആദ്യം റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞത് ഇത് ഓപ്പറേഷൻ ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല, പക്ഷേ തൽക്കാലം ഒരു 5 ദിവസത്തേക്ക് ഞാൻ മെഡിസിനൊക്കെ തരാം, ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആരെയും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ സഹോദരിയും കൂട്ടി പോയി. അവളോട് ഡോക്ടർ പറഞ്ഞത് 2 വർഷത്തേക്ക് ഈ ചേച്ചിക്ക് കൈ പൊക്കാനോ ബാക്കിലോട്ട് തിരിയാനോ 1 ഗ്രാം സാധനം പോലും ഈ കൈ കൊണ്ടെടുക്കാനോ സാധിക്കത്തില്ല, അത്രമാത്രം ഇവരുടെ മസിൽസ് എല്ലാം കീറിപ്പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. കുറേ അധികം മരുന്ന് കഴിച്ചാലേ അല്ലെങ്കിൽ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മാസം പോലും, 1 പ്രാവശ്യം കൂടെ ഞാൻ അവിടെ പോയി. പിന്നെ ഞാൻ പോയില്ല. മെഡിസിൻ എല്ലാം വാങ്ങിച്ചു. ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനിതൊന്നും എടുത്തില്ല. ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും അല്ലാതെ എല്ലാ ഉടമ്പടി തൈലം വെച്ച് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് എന്നെ നോക്കാൻ ഒന്നാമത് എൻ്റെ വീട്ടിൽ ആരുമില്ല, ഓപ്പറേഷൻ എനിക്ക് പേടിയാണ്, അമ്മ തന്നെ എനിക്ക് വേണ്ടി സൗഖ്യമാക്കി തരണം. അങ്ങനെ ഞാൻ മെഡിസിൻ എല്ലാം മാറ്റിവെച്ചു. ആ ബോക്സ് ഞാൻ പിന്നെ തൊട്ടിട്ട് പോലുമില്ല. ആ മെഡിസിനും ഇഞ്ചക്ഷനുള്ള മരുന്നും എല്ലാം ഞാൻ മാറ്റിവെച്ചിട്ട് ഞാൻ ഉടമ്പടി തൈലം മാത്രം എൻ്റെ കയ്യിൽ പുരട്ടി. അങ്ങനെ എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ ബക്കറ്റിൽ തുണിയെടുത്ത് സ്റ്റെയർ കേസ് കയറി മുകളിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഏത് കയ്യിലാണ് തുണി ബക്കറ്റ് പിടിച്ചിരിക്കുന്നതെന്ന് അറിയുന്നത്. അത്രമാത്രം വെയിറ്റ് ഞാൻ ആ സമയത്ത് 1 മാസത്തിനകം തന്നെ അത്രയും വെയിറ്റ് പൊക്കി ഞാൻ മുകളിൽ കൊണ്ടുപോയി. പിന്നീട് ഇങ്ങോട്ട് എനിക്ക് ഇതുവരെയും ഈ കയ്യിൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ സ്കൂൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഡെസ്കും ബെഞ്ചും ഒക്കെ എനിക്ക് പിടിക്കണമായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഒരു കുഴപ്പവും വന്നില്ല. എൻ്റെ കൈക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. എൻ്റെ കൈ പൊക്കുന്നതിനോ പുറകോട്ട് തിരിക്കുന്നതിനോ ഒന്നും എനിക്കൊരു കുഴപ്പവുമില്ല. അങ്ങനെ എനിക്ക് അമ്മ കൈ പൊക്കാം, ബാക്കിലോട്ട് തിരിക്കാം, ഒരു പ്രശ്നവുമില്ല. എനിക്കൊന്നും മുടി കെട്ടാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഞാൻ പള്ളിയിൽ പോകുമ്പോഴൊക്കെ മുടി അഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ആ അവസ്ഥയിൽ അമ്മ എന്നെ ഇത്രമാത്രം സൗഖ്യം തന്നു, അനുഗ്രഹിച്ചു. ഇനി മറ്റൊരു രോഗസൗഖ്യം, എൻ്റെ തൊണ്ടയ്ക്കൊരു വീർപ്പം വന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് ഏതായാലും റിപ്പോർട്ട് വരട്ടെ, ഒരു സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം ആ ഡോക്ടറിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഡോക്ടർ പിടിച്ച് നോക്കുമ്പോഴേ ഡോക്ടർക്ക് മനസ്സിലാവുമെന്നാണ്. അപ്പോൾ എനിക്കൊരു ഫിയറും തോന്നിയില്ല. കാരണം ഞാൻ ഉടമ്പടിയിലായിരുന്ന സമയം തൊട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നുള്ള എല്ലാ പേടികളും മാറിക്കിട്ടി. അങ്ങനെ ഞാൻ പോയി സ്കാൻ ചെയ്തു. 4 നൊഡ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഡോക്ടർ പറഞ്ഞു FNC ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് തന്നെയായിരുന്നു. പക്ഷേ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല, ഓപ്പറേഷനും ചെയ്യേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും മുഖത്തിന് സൗന്ദര്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓപ്പറേഷൻ ചെയ്താൽ മതി, അല്ലാതെ നിങ്ങൾക്ക് മറ്റ് ക്യാൻസറോ മറ്റൊരു രോഗങ്ങളോ ഒന്നുമില്ല എന്ന് ഡോക്ടർ. അത് ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഇനി എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് പറയാനുള്ളത്. അവർക്ക് സ്റ്റേജ് ഫിയർ കാരണം പറയാനായിട്ടുള്ള പേടി കൊണ്ടാണ് ഞാൻ തന്നെ പറയുന്നത്, അവരെ നിർത്തിക്കൊണ്ട്. എൻ്റെ മോൾക്ക് +2-ന് 87% മാർക്കേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് പിന്നെ BSc ഫിസിക്സിന് കോളേജിൽ ചേർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അതിനു മുമ്പേ ഇവിടെ വന്നു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അഡ്മിഷനൊക്കെ മോൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം അഡ്മിഷൻ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഹോളി ക്രോസ് കോൺവെൻറ്റിലെ ഒരു സിസ്റ്റർ വിളിച്ചിട്ട് പറയുന്നു, മൈസൂർ ഹോളി ക്രോസിൽ ഒരു സീറ്റ് ഒഴിവുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ അങ്ങോട്ട് ചേർക്കാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, 4 വർഷത്തെ കോഴ്സാണ് എൻ്റെ മോൾ പഠിക്കാൻ പോകുന്നത്. പള്ളിയും പ്രാർത്ഥനയും കുർബാനയും എല്ലാം ഉള്ള ഒരു സ്ഥലം തന്നെ എൻ്റെ മോൾക്കായിട്ട് ഒരുക്കി തരണം. നമ്മൾ യുവജനങ്ങൾക്ക് എന്തെല്ലാം കൊടുത്താലും ഈശോയെ അമ്മയും കൊടുത്തില്ലെങ്കിൽ ഒന്നുമല്ല എന്ന് എനിക്ക് ബോധ്യമായിരുന്നു. അതിന് പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധ അമ്മ എൻ്റെ മോൾക്ക് അവിടെ അഡ്മിഷനാക്കി തന്നു. പക്ഷേ 3 മാസം കഴിഞ്ഞ് ചെന്നതുകൊണ്ട് അവൾക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഒന്നും പഠിപ്പിച്ചപ്പോൾ കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ ക്ലാസ് ഒരുപാട് വൈകി ആണ് പോയത്. അപ്പോൾ അവൾക്ക് എക്സാമൊക്കെ ആയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. മമ്മി, ഇവിടുത്തെ പ്രാക്ടിക്കലി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഭാഷ അറിയില്ല, ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. ഇവിടെ പേഷ്യൻസിനോട് എങ്ങനെ കന്നഡയിൽ സംസാരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞത്, പരിശുദ്ധ അമ്മ വരും, നിൻ്റെ കൂടെ ഇവിടെ ഉണ്ടാകും. അങ്ങനെ അവളുടെ പ്രാക്ടിക്കൽ സമയത്ത് അവർക്ക് 12 കുട്ടികളാണ് കന്നഡ കുട്ടികളുള്ളത്. അതിൽ
ഒരു കുട്ടിയെ അവളുടെ കൂടെ നിർത്തിക്കൊടുത്തു. അതെല്ലാം എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധ അമ്മ തന്നെയാണെന്ന്. അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സോടെ കൂടി പാസ്സാകാൻ സാധിച്ചു. ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും ഫസ്റ്റ് ക്ലാസ് കിട്ടി. മൂന്നാമത്തെ വർഷം ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് പാസ്സായി. ഇതിപ്പോൾ 4ാമത്തെ വർഷം പഠിക്കുകയാണ്. ഇതും അവൾക്ക് അമ്മ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം അപ്പോൾ അവൾക്ക് അവിടെ ഫോണൊന്നും എല്ലാ ദിവസവും കൊടുക്കത്തില്ല. ഒരു ദിവസം സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ടാനിയ നെറ്റോയ്ക്ക് സ്റ്റൊമക്ക് പെയിനാണ്, സിവിയറാണ്, അവൾക്ക് ഒരു ശകലം പോലും ഇരിക്കാൻ വയ്യ, ഡോക്ടറെ കാണിച്ചു. ഇവിടെ കാണിച്ചപ്പോൾ സർജനെ കാണിക്കാൻ പറഞ്ഞു. സർജൻ സ്കാൻ ചെയ്തപ്പോൾ അവളുടെ കിഡ്നി വീർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർക്ക് ഒന്നെങ്കിൽ അത് സ്റ്റോൺ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മുഴയായിരിക്കാം. അപ്പോൾ പെയിൻ വന്നാൽ എന്ത് ചെയ്യുമെന്ന് സിസ്റ്റർ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ധ്യാനം നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ഫിയറും തോന്നിയില്ല. ഞാൻ പറഞ്ഞ്, സിസ്റ്ററെ എനിക്ക് പേടിയില്ല, ഞാൻ ദാണ്ട് ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് വിടുന്നുണ്ട്, എൻ്റെ മോടെ അടുത്തോട്ട് എപ്പോൾ എത്തും, ഒരു പ്രശ്നവുമില്ല, സിസ്റ്റർ ധൈര്യമായിട്ടിരിക്കും. നിനക്ക് പേടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നാളെ തൊട്ട് ഓങ്കോളജിയുടെ ക്ലാസ് തുടങ്ങുകയാണ്, പ്രാക്ടീസ് തുടങ്ങുകയാണ്. അപ്പോൾ അവൾ ട്രാവൽ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയില്ല സിസ്റ്ററെ. ഞാൻ പെട്ടെന്ന് വന്ന് ഉടമ്പടി തൈലമെടുത്ത് എൻ്റെ വയറ്റിലും നടുവിലും എല്ലാം പുരട്ടിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മോളുടെ ശരീരമായിട്ട് പരിശുദ്ധ അമ്മ ഇത് മനസ്സിലാക്കണം, എന്നിട്ട് അമ്മ പോകണം, എൻ്റെ മോൾക്ക് സൗഖ്യമാക്കി കൊടുക്കണം, എന്ത് രോഗമാണെങ്കിലും. അങ്ങനെ അവളുടെ ലീവ് 2 ആഴ്ചയ്ക്ക് ശേഷം അവൾ ലീവിന് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സഹോദരിമാരെന്നെ വഴക്ക് പറഞ്ഞു, അവളെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു അത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അത് പോരാ ഡോക്ടറെ, ഒരു CT തന്നെ ഇടെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. ഡോക്ടർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് CT മതിയെന്ന് പറഞ്ഞത് എന്നോട് പരിശുദ്ധ അമ്മ പറയുകയായിരുന്നു. അങ്ങനെ CT എടുത്ത് അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അവളുടെ കിഡ്നിക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു വലുപ്പവുമില്ല, സ്റ്റോണില്ല, ഇൻറ്റേർണൽ ഓർഗൻസിന് ഒന്നും തന്നെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ CT എടുക്കാൻ? ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് പിന്നെ എനിക്ക് ടെൻഷൻ വരാനായിരിക്കും, അതുകൊണ്ടാണ് എനിക്ക് CT എടുക്കാൻ തോന്നിച്ചത് ഡോക്ടറെ എന്ന് പറഞ്ഞു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ധൈര്യമായി പോകുമെന്ന് പറഞ്ഞു. അതെനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പരിശുദ്ധ അമ്മയാണ് സഞ്ചാരി മാതാവ് ചെന്ന് എൻ്റെ മോളെ സൗഖ്യമാക്കിയെന്ന്. അതിനുശേഷം എൻ്റെ മോൻ്റെ സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മോന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ ഫിറ്റ്സ് വരുമായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വന്ന് അത് നല്ല രീതിയിൽ കുറച്ച് സമയമെടുത്ത് തന്നെയായിരുന്നു ആ ഫിറ്റ്സ് വരുന്നത്. അങ്ങനെ തിരുവനന്തപുരം ചിത്രായിൽ വരെ കൊണ്ടുപോയി മെഡിസിൻ എടുക്കുന്ന സമയത്തും ഫിറ്റ്സ് വരുമായിരുന്നു. അങ്ങനെ പിന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ 2ാം ക്ലാസ്സിന് ശേഷം പിന്നെ ഫിറ്റ്സ് വന്നിട്ടില്ല. പക്ഷേ ഫിറ്റ്സ് വന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കാം ഒരു ചെറിയ വിക്കും, കൈക്കൊരു വിറയിലും, പഠിത്തത്തിൽ ഒരു ഓർമ്മക്കുറവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പഠിത്തത്തിൽ നല്ല പിന്നോക്കമായിരുന്നു. ആ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് കുറച്ച് മാറ്റങ്ങൾ മോന് പഠിത്തത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നെ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ പഠിത്തത്തിൽ വീണ്ടും പുറകോട്ട് പോയി. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ സമയത്ത് അവിടെ 100% വിജയമുള്ള ഒരു സ്കൂളായിരുന്നു, സർക്കാർ സ്കൂളാണ്. അവിടുത്തെ അസിസ്റ്റൻ്റ് HM ആയിരുന്നു ഇവൻ്റെ ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഇവൻ്റെ റിപ്പോർട്ട് തന്നു. അവൻ ഒന്നിനും പാസ്സായില്ലായിരുന്നു. പിന്നെ 45 ദിവസം മാത്രമേ ഉള്ളൂ SSLC പരീക്ഷയ്ക്ക്. ടീച്ചറിന് എന്നോടൊരു വൈരാഗ്യം പോലെയായിരുന്നു. ടീച്ചർ പറഞ്ഞു, നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലേ, നിങ്ങൾ ഈ കുട്ടിയെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വരുമോ എന്ന് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. 8 essay എങ്കിലും ഈ പ്രാവശ്യം പഠിക്കാനുണ്ട്. അത് 8 essay പോയിട്ട് ഈ കുട്ടിക്ക് ഒരു വരി പോലും എഴുതാൻ അറിയില്ല. ഈ കുട്ടി എങ്ങനെ പാസ്സാകും? ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിൽ വന്ന് എൻ്റെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയിലോട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ നിസ്സഹായയാണ്, എൻ്റെ മോനെ അമ്മ പ്രവർത്തിക്കണം, അവനെ പഠിപ്പിക്കാൻ ഇനി 45 ദിവസത്തിനകം ഒരാളെ എനിക്ക് ഏർപ്പാടാക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ മാതാവൻ എൻ്റെ കൺമുമ്പിൽ വരുന്നത് എൻ്റെ ചേച്ചിയുടെ മോൻ്റെ രൂപമാണ്. അവൻ ബിടെക് കഴിഞ്ഞ് PSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ചേച്ചിയെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, അവൻ വരുമോ എന്ന് എനിക്കറിയില്ല, ഇയാൾ പറഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മോനെ വിളിച്ചു. അവൻ ഒരു എതിർപ്പും പറഞ്ഞില്ല. അവൻ വീട്ടിൽ വന്നു ഈ 45 ദിവസം അവനും ഞാനും കൂടെ ഈ മോനെ പഠിപ്പിച്ചു. അവൻ ഒരു പാരഗ്രാഫ് പോലും അറിയില്ല എന്ന് പറഞ്ഞ, ഒരു വരി പോലും എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞ മോന് B+ഓടുകൂടി ഇംഗ്ലീഷും B+ഓടുകൂടി ഹിസ്റ്ററിയും എല്ലാം പാസ്സാകാൻ സാധിച്ചു. അവർക്ക് സ്കൂളുകാർക്ക് ഏറ്റവും സന്തോഷമായിരുന്നു. കാരണം ഇവൻ തോറ്റുപോകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ ആയിരുന്നു.
അതിനുശേഷം +2 അഡ്മിഷൻ കിട്ടാനായിട്ട് അടുത്ത ഒരു സ്കൂൾ ആണ് ഞാൻ നോക്കിയത്. കാരണം ഇയാൾക്ക് ഇച്ചിരി ഉറക്കമൊക്കെ കൂടുതലാണ്. അങ്ങനെ ഒരു സ്കൂള് കിട്ടിയത് സർക്കാർ സ്കൂളായിരുന്നു. പക്ഷേ അവിടെ ബെലോ ആവറേജ് കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു. എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു, എന്തിനാണ് അവിടെ ഈ കുട്ടിയെ കൊണ്ട് ചേർത്തത്, ഒന്നാമതേ അവൻ പഠിത്തത്തിൽ പുറകോട്ടാണല്ലോ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ്, എന്നോട് മാതാവാണ് പറഞ്ഞത് അവിടെ ചേർക്കാൻ, അമ്മയ്ക്ക് അവനിൽ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാകും, അവിടെ സ്ക്രൈബ് പിള്ളേർ മാത്രം പാസ്സാകുന്ന ഒരു സ്കൂളാണെന്നാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനിവിടെ കൊമേഴ്സിന് അവിടെ കൊണ്ട് ചേർത്തു. ആ വർഷം പരിശുദ്ധ അമ്മ അവിടെ ചെയ്ത പ്രവർത്തനം വളരെ വലുതാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ അവിടെ പുതിയതായിട്ട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. ഇത്രയും ഡെഡിക്കേറ്റും ഇത്രയും സിൻസിയറായിട്ടുള്ള അധ്യാപകർ ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിട്ടില്ല. അവർ നല്ല രീതിയിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ബെലോ ആവറേജ് ആയിട്ടുള്ള ഈ കുഞ്ഞുങ്ങളെല്ലാം നല്ല മാർക്ക് വാങ്ങിച്ച്, എൻ്റെ മോൻ ഉൾപ്പെടെ ഏതാണ്ട് 20ഓളം സ്റ്റുഡൻസ് അവിടെ +2 പാസ്സായി നല്ല മാർക്കോടെ പാസ്സാകാൻ സാധിച്ചു. ഇതും എനിക്കറിയാം, എൻ്റെ അമ്മ തന്നെ അവിടെ പ്രവർത്തിച്ചതാണെന്ന്. അങ്ങനെ ബികോമിന് മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ മാർക്കറ്റിംഗ് വിത്ത് ലോജിസ്റ്റിക്കിൽ പഠിക്കുകയാണ് കോന്നി കോളേജിൽ. നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇതാണ് എൻ്റെ മക്കളെക്കുറിച്ചുള്ള സാക്ഷ്യം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ഈ കയ്യിൽ കിടക്കുന്ന മോതിരം, ഈ കയ്യിൽ കിടക്കുന്നത്, ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ടു. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ 10 മണിക്ക് ഇറങ്ങി. എനിക്ക് പല സ്ഥലങ്ങളിലും പോകണമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ സ്ഥലത്തും പോയി. എനിക്ക് കൊല്ലത്ത് ടൗണിലൊരു ഡോക്ടറെ കാണാൻ പോകണം. ഞാനങ്ങനെ ഓച്ചിറയിൽ നിന്ന് ബസ് കയറി ഞാൻ ജപമാല കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ജപമാല പഠിക്കും. അങ്ങനെ ഞാൻ ജപമാല പഠിച്ച് കൊല്ലത്തെത്തി. കയ്യിലോട്ട് നോക്കിയപ്പോൾ മോതിരമില്ല. എനിക്ക് തന്നെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം രാവിലെ 10 മണി തൊട്ട് ഞാൻ ട്രാവലിംഗ് ആണ്. എവിടെ ഇത് നഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ മാതാവിനോട്, എൻ്റെ ഫോണിൽ മാതാവിൻ്റെ വാൾപേപ്പറാണ്, മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ ഇപ്പോൾ എന്ത് വിലയായിരിക്കും ഈ സാധനം, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടല്ലോ അമ്മേ, എനിക്കിത് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല. എവിടെയായാലും അമ്മേ, ഇത് ആരുടെയും കണ്ണിൽപ്പെടുത്താതെ എനിക്ക് തന്നെ തിരിച്ചു തരണേ. ഇത്രയും ഞാൻ ഫോണിൽ നോക്കിയിരുന്ന അമ്മയോട് പറഞ്ഞു. തിരിച്ച് ഞാൻ സന്ധ്യ കഴിഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിലെത്തിയപ്പോൾ ഈ മോൻ എൻ്റെ കൂടെയുണ്ട്. മോന് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോൻ അങ്ങോട്ട് നടാ. അപ്പോൾ എന്നോട് ചോദിച്ചു, മമ്മി എവിടെയാണ് ഈ ഇരുട്ടത്ത് പോകുന്നത്, ഇരുട്ടായല്ലോ, ഇരുട്ടത്ത് എവിടെയാണ് പോകുന്നത്? ഞാൻ ബസ് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് ആ ഇരുട്ടിലൂടെ നടന്ന്, എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സിൽ, നീ പോസ്റ്റ് ഓഫീസ്, ഞാൻ രാവിലെ 10 മണിക്ക് പോസ്റ്റ് ഓഫീസിൽ ഈ മോൾക്ക് പാഴ്സൽ അയക്കാൻ പോയിരുന്നു. ഞാൻ നേരെ പോസ്റ്റ് ഓഫീസിലോട്ട് ആ ഇരുട്ടത്ത് നടന്ന് ചെന്ന് ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ മോതിരം അവിടെ കിടക്കുന്നതാണ്. അന്നേരം 7:30 മണിയായി. അപ്പോൾ രാവിലെ 10 മണിക്കാണ് ഞാൻ ആ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുന്നത്. അതൊരു കവലയുടെ ജംഗ്ഷൻ തന്നെയായിരുന്നു. ഞാനിത് കുനിഞ്ഞെടുക്കുന്ന കണ്ട് അടുത്തുള്ളവർ ചോദിച്ചു, എന്താ മോളേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മോതിരം എടുത്തതാണ്, രാവിലെ എൻ്റെ മോതിരം നഷ്ടപ്പെട്ടു. ഇതെന്തൊരു അത്ഭുതമാണ് കുഞ്ഞേ ഇതെന്ന്. എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്. കാരണം രാവിലെ 10 മണിക്ക് പോസ്റ്റ് ഓഫീസിൽ വെച്ച് നഷ്ടപ്പെട്ട സാധനം ആ 4 കവലയായ സ്ഥലത്ത് 7:30 വരെ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി തന്നെ വെച്ചിരുന്നു. അങ്ങനെ എനിക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ഈ 8 വർഷത്തോളം മാതാവിൻ്റെ ഉടമ്പടിയിലായതിനു ശേഷം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇവിടെ പറഞ്ഞാൽ തീരില്ല. എൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ടും ഞാൻ ഏറെ അകന്നു കഴിഞ്ഞ ഒരു സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇന്ന് എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തിലും സ്നേഹത്തിലും മുന്നോട്ട് പോകുവാനും സഹിക്കുവാനും ക്ഷമിക്കുവാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട്. ഏറെ അനുഗ്രഹങ്ങൾ അമ്മ വഴി എനിക്ക് ലഭിച്ചതിനും ഈശോ വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഏറെ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ സ്കൂളിൽ ഒരു KG സെഷനിൽ ഒരു ജോലിക്ക് കയറിയത്. അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും ഇപ്പോൾ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല. ഞാൻ സൺഡേയിൽ മാത്രമാണ് ഇപ്പോൾ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നത്. അതിനു മുമ്പ് എല്ലാ ദിവസവും പോകുമായിരുന്നു. അതുപോലെ കുമ്പസാരവും പ്രാർത്ഥനകളും ബൈബിള് ഒരു 4-5 പ്രാവശ്യം പൂർണ്ണമായിട്ട് വായിക്കാൻ സാധിച്ചു. പിന്നെ കിട്ടുന്ന സമയമെല്ലാം ഞാൻ ജപമാല അർപ്പിക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്. എന്നാൽ ഈ ജോസഫ് അച്ഛൻ ധ്യാനങ്ങളിൽ പറയുന്നത് പോലെ നമുക്ക് എല്ലാം ചിലപ്പോൾ അനുകൂലമായിരിക്കില്ല. അങ്ങനെ ഒരു പ്രതികൂല അവസ്ഥയും എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടി കാലഘട്ടത്തിലുണ്ടായി. 20 വർഷം ഞാൻ ഒരു ജോലിക്ക് വേണ്ടി അംഗനവാടിയിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ 1-ാം റാങ്കിൽ കിടന്ന ഞാൻ ഇപ്പോൾ 16-ാമത്തെ റാങ്കിലായിപ്പോയി. പക്ഷേ എനിക്ക് വിഷമമില്ല. എല്ലാവരും എന്നോട് ചോദിച്ചു, ഈ ഉടമ്പടിയിൽ നിന്നിട്ട് എന്തേ ജോലി കിട്ടാഞ്ഞതെന്ന്. എനിക്ക് വിഷമമില്ല. ഞാൻ പറഞ്ഞ, അമ്മ തന്ന
അത് ചോദിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരോടും പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എനിക്കത് എനിക്കൊരു പ്രശ്നമായിട്ടേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ തോന്നുന്നില്ല. അല്ലാതെ ഏറെ അനുഗ്രഹങ്ങൾ അമ്മ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സഹോദരങ്ങളെയും എല്ലാം അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് 3 ചേച്ചിമാരുണ്ട്. 3 പേരും ഉടമ്പടിയിൽ ഈ 7-8 വർഷം കൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം വളരെ സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം വാങ്ങിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഇടവകയിലും എൻ്റെ സമീപ പ്രദേശങ്ങളും അക്രൈസ്തരായ സഹോദരങ്ങൾ പോലും ഉടമ്പടി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ദൂരോട്ട് ഓരോ സ്ഥലങ്ങളിലോട്ട് അടുത്തടുത്ത സമീപ പ്രദേശങ്ങളിലോട്ട് ഞാനിപ്പോൾ പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ പൊതിച്ചോറൊന്നും കൊടുക്കുന്നില്ല. കാരണം ഞങ്ങളുടെ അടുത്ത് ഭക്ഷണ അലമാരകൾ അടുത്തടുത്ത സമീപ പ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് ഞാൻ രോഗികൾക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ പൈസ കൊടുത്താണ് ഞാൻ സഹായിക്കുന്നത്. ഞാനിവിടെ കൊടുക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ അവിടെ എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ ശമ്പളം കിട്ടുമ്പോൾ ഒരു വിഹിതം ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. നിത്യതയോളം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മാവിനെ സംരക്ഷിക്കുവാൻ സാധിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ ഉടമ്പടി സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം പറയുന്നു, യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇതെല്ലാം ഈശോ നമ്മോട് മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഉടമ്പടിയിലേക്ക് എത്തുമ്പോഴാണ് നാം വചനം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ഈശോ ഇതെല്ലാം വളരെ മുൻപ് നമ്മോട് പറഞ്ഞിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഈശോ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ മർത്തയും മറിയവും ഒരേ സ്വരത്തിൽ വാവിട്ട് ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നുവെന്ന്. നമ്മുടെ സങ്കടകാലങ്ങളിലെല്ലാം നാം ഈശോയോട് ചോദിക്കുന്നൊരു കാര്യം ഇതാണ്, നീ എവിടെയാണ്? നീ ഞങ്ങളുടെ സങ്കടങ്ങളൊന്നും കാണുന്നില്ലേ? പരിശുദ്ധ അമ്മയോട് നാം പറയും, അമ്മേ ഞാൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ട് എന്തേ നീ ഇതെനിക്ക് സാധിച്ചു തരാത്തതെന്നൊക്കെ നാം എപ്പോഴും വളരെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ സുവിശേഷം പറയുന്നു, മർത്ത ആദ്യം പറഞ്ഞപ്പോൾ ഈശോ ആശ്വസിപ്പിച്ചു, മറിയം രണ്ടാമത് പറഞ്ഞപ്പോഴാണ് ഈശോ അവിടെ നിന്ന് അനങ്ങി വേഗം ലാസറിൻ്റെ കുഴിമാടത്തിലേക്ക് വരുന്നത്. ഈ വ്യത്യാസം നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് മറിയം പറഞ്ഞപ്പോൾ ഈശോ അവിടെ ആക്ഷൻ എടുക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എല്ലാവരും കരയുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഒരേ കാര്യം തന്നെയാണെങ്കിലും ചിലരോട് ഈശോയ്ക്കൊരു പ്രത്യേക ഇഷ്ടം, പ്രത്യേക സ്നേഹമുണ്ടെന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. യോഹന്നാൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന കാര്യം ഇതാണ്, താൻ സ്നേഹിക്കുന്ന ശിഷ്യൻ എന്നാണ് യോഹന്നാൻ തന്നെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കുന്നൊരു കാര്യം ഇതാണ്, ഈശോ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ സ്നേഹിക്കുന്ന ഈശോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന വലിയ ജീവിത സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡൽമ ജോൺസൻ്റെ മനോഹരമായ ഈശോ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നാം കേട്ടത്. താനെ നിത്യതയോളം എനിക്ക് ഈശോയുടെ കൂടെ ആയിരിക്കണം. നിത്യത എന്നാൽ ഈശോയുടെ കൂടെയാണ്. എനിക്കെപ്പോഴും ഈശോ കൂടെ ഉണ്ടാകണം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എനിക്ക് എപ്പോഴും ഉണ്ടാകണമെന്നാണ് സാക്ഷ്യത്തിൽ പോലും തന്നെ പ്രാർത്ഥന. നമുക്ക് ഈശോയോട് നന്ദി പറയാം. നാം ഓരോരുത്തരുടെയും പോലെ തന്നെ ഒരു വലിയ സാമ്പത്തിക തകർച്ചയിലാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന സാക്ഷ്യം സഹോദരി ഓൾറെഡി ഒരു പ്രാവശ്യം സാക്ഷ്യം ഈ അൾത്താരയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം തനിക്ക് വലിയൊരു കൈവേദന വന്നു. ആ കൈവേദനയുടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് പറയുന്നത്, തൻ്റെ മസിലുകളെല്ലാം പോകുന്ന ഒരു ശാരീരിക അസ്വാസ്ഥ്യം. തനിക്ക് അപ്പോൾ ഒട്ടും തന്നെ ഭയമില്ലായിരുന്നു എന്ന് പറയുന്നു. താൻ ഉടമ്പടിയിലാണ്. ഡോക്ടേഴ്സിനോടൊക്കെ പറയുന്നത്, ഞാൻ ഉടമ്പടിയിലാണ്, എൻ്റെ മകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മകൾക്ക് കിഡ്നി സ്റ്റോൺ വന്ന ആ സ്ഥിതിയിൽ പോലും ഡോക്ടേഴ്സിനോട് പറയുന്നത്, എനിക്ക് ഭയമില്ല, കാരണം ഞാൻ ഉടമ്പടിയിലാണ്. ഉടമ്പടിയിലെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നു, അമ്മയുടെ നീലാങ്കിയിൽ നമ്മെ പൊതിഞ്ഞ് നമുക്ക് സംരക്ഷണം നൽകുന്നു എന്നാണ് ഞാൻ ഉടമ്പടിയിലാണ് എന്ന്. വളരെ ഒരു ചെറിയ 2 വാക്കിൻ്റെ അർത്ഥം. ഞാൻ ഉടമ്പടിയിലാണ് എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്ക് യാതൊരു ഭയമില്ല, ഈശോ എനിക്കെല്ലാം പ്രാപിച്ചു തരുമെന്നുള്ള കട്ട വിശ്വാസമെന്നാണ് ഈ ഡൽമ ജോൺസൺ നമ്മോട് പറയുന്നത്. തൻ്റെ മകൾക്കൊരു തൊണ്ടയിൽ വീർപ്പ് വന്നപ്പോൾ ക്യാൻസർ ആണെന്ന് സംശയിച്ചു. താൻ ഉടമ്പടിയിലാണ്, എനിക്ക് ഭയമില്ല. മകൾക്ക് കിഡ്നി സ്റ്റോൺ വന്നു, എനിക്ക് പേടിയില്ല, കാരണം ഞാൻ ഉടമ്പടിയില്ല.
ഉടമ്പടി തൈലവും ഉപ്പും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മാത്രമാണ് പിന്നെ എല്ലാ സൗഖ്യത്തിനും ദിവ്യ ഔഷധമെന്ന് ഇവർ ഏറ്റുപറയുന്നു. തൻ്റെ മകന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഫിറ്റ്സ് ഉണ്ടായിരുന്നു. ആ ഫിറ്റ്സിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായി മറ്റു പല പരിമിതികളും ഉണ്ടായതുകൊണ്ട് മകനെക്കുറിച്ച് വളരെ ആശങ്കയുള്ളവരായിരുന്നു. പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഇന്ന് മകൻ എത്തി നിൽക്കുന്നത് സംസാരിക്കാനും അതുപോലെ തന്നെ പഠിക്കാനും ഓർമ്മക്കുറവുള്ള ഒരു അവസ്ഥ മകനുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഇന്ന് ഈ മകൻ്റെ സ്റ്റാറ്റസ് വളരെ വ്യത്യസ്തമാണ്. മകൻ ഇന്ന് BCom കഴിഞ്ഞ് മാർക്കറ്റിംഗ് ലോജിസ്റ്റിക് പഠിക്കുന്ന ഒരു വലിയ സ്ഥിതിയിലാണ്. നമുക്ക് ഓർമ്മയും ബുദ്ധിയും അറിവും സ്നേഹവും എല്ലാം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധാമ്മ. പരിശുദ്ധാമ്മയ്ക്ക് നൽകാൻ കഴിയാത്തതും എത്തിപ്പെടാൻ കഴിയാത്തതുമായ യാതൊരു അവസ്ഥകളുമില്ല. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ എപ്പോഴും കൂട്ടുപിടിക്കാനുള്ള ആ ഒരു പ്രവണത എന്ന് പറയാം. പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് എപ്പോഴും ആഗ്രഹിക്കാം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയതെന്നാണ് അമ്മ പറയുന്നത്. കാരണം തൻ്റെ ഒരു മോതിരം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ആകുലത, ആ നഷ്ടപ്പെട്ട ആ സ്ഥലത്ത് തന്നെ വളരെയധികം ആളുകൾ സഞ്ചരിച്ച ആ വഴിയിൽ എനിക്ക് വേണ്ടി പരിശുദ്ധ അമ്മ അതവിടെ പ്രിസർവ് ചെയ്തിരുന്നു. ഒരു അരണ്ട വെളിച്ചത്തിൽ ഈവനിങ് ടൈമിൽ എനിക്ക് ആ മോതിരം അവിടെ നിന്ന് ലഭിച്ചു. അങ്ങനെ തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഒന്നും തന്നെ ഒരു നഷ്ടമല്ല. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ ഞാൻ എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ ഞാൻ എല്ലാം പിന്നിലേക്ക് വലിച്ചെറിയുന്നു. കഴിഞ്ഞു പോയതെല്ലാം ഞാൻ പിന്നിലേക്ക് വലിച്ചെറിയുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബവുമായി എനിക്കൊരു സ്വരച്ചേർച്ചയുണ്ടായിരുന്നു, ഒരു പിണക്കമുണ്ടായിരുന്നു. ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഞങ്ങളെല്ലാം വളരെ സ്നേഹത്തിലാണ്. എനിക്കതെല്ലാം തിരിച്ചു പിടിക്കാൻ സാധിച്ചു. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും പരിശുദ്ധ അമ്മ നമുക്ക് തിരിച്ചു നൽകുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും എനിക്കിന്ന് ഉത്തരമുണ്ട്. എനിക്കൊന്നും തന്നെ ഭയമില്ല. എൻ്റെ മകനെ കൊണ്ടു ചെന്ന് അഡ്മിഷൻ എടുത്തത് ഒരു ബിലോ ആവറേജുള്ള കുട്ടികളുടെ ഒരു കോളേജിലായിരുന്നു. ഉടമ്പടി എടുത്തൊരു വ്യക്തിയുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന ഒരു വലിയ വ്യത്യാസം. ഈ മകൻ അവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് വന്ന് ഈ മക്കളെയൊക്കെ വളരെ വ്യത്യസ്തമായി പഠിപ്പിക്കുകയും എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കോടുകൂടി പാസ്സാകാനുള്ള ഒരു വിദ്യാഭ്യാസ സ്റ്റൈൽ അവർ ആർജിച്ചെടുക്കുകയും ചെയ്തു എന്ന് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ഉടമ്പടിയുടെ ഒരു വലിയ വ്യത്യാസമാണ് ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നത്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം.